ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ചർച്ചാ വിഷയമായിരിക്കുന്നത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇഷ്യൂ ആണ്. അപ്പം ഓരോ ദിവസം കൂടുന്തോറും ഓരോ പുതിയ പുതിയ പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നു, ഓരോ പുതിയ പുതിയ സംഭവങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഇപ്പൊ ഒരു ഏകദേശം 9 ദിവസമായി ഇതേവരെ പുള്ളി എവിടാണോ അല്ലെങ്കിൽ പുള്ളിയെ കുറിച്ച് ഒരു വിവരവും ഇപ്പം കിട്ടിയിട്ടില്ല. ചിലര് പറയുന്നുണ്ട് ഇപ്പൊ മലപ്പുറത്തു നിന്ന് പുള്ളി ബാംഗ്ലൂരിലോട്ട് പോയി. അപ്പൊ മലപ്പുറം മുതൽ ബാംഗ്ലൂർ വരെയുള്ള രീതിക്കാണ് പോലീസുകാരാണെങ്കിൽ പുള്ളി എവിടെയൊക്കെ പോയിട്ടുണ്ടില്ല എന്നുള്ളത് അന്വേഷിക്കുന്നുണ്ടെന്നൊക്കെയുള്ള റിപ്പോർട്ടാണ് ഇപ്പൊ. അത് മാത്രമല്ല ഇപ്പം കാറുകൾ മാറി മാറി കയറുന്നു എന്നുള്ളത് വരുന്നു. പിന്നെ ഒരു ന്യൂസിൽ കണ്ട് ശബരിമലയെ പുള്ളി തൊഴുന്ന വീഡിയോ ഒക്കെ. ഇപ്പം ഇതിലെല്ലാം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരനാണെങ്കിൽ ഭയങ്കര ഒരു സപ്പോർട്ട് ചില പാർട്ടിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ കാണും പുള്ളി. പിന്നെ ഇതുപോലെ കാറ് കൊണ്ട് കൊടുക്കുന്നത് ഞാൻ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ന്യൂസിൽ കണ്ടായിരുന്നു. ഇങ്ങനെ റിയൽ എസ്റ്റേറ്റ് സംബന്ധിച്ചുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരാണ് പുള്ളിക്ക് കാർ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് പുള്ളിക്ക് നല്ലൊരു സപ്പോർട്ട് കേരളത്തിൽ നിന്നുണ്ട്, ഈ ഉന്നതന്മാരിൽ നിന്നുണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അതന്നെ അല്ലെങ്കിൽ 9 ദിവസമായിട്ട് പുള്ളിയുടെ ഒരു വിവരം ഇല്ലെന്ന് പറഞ്ഞാൽ അത് ഈ കാലത്തെ ക്യാമറ ഒക്കെ കാലത്ത് ഇല്ലെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സംഭവം, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. നമുക്കൊരു സാധാരണ ഒരു വ്യക്തിക്കായിരുന്നെങ്കിൽ പുള്ളി 24 മണിക്കൂറിനുള്ളിൽ പിന്നെ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ പുള്ളി ഇവിടെ തന്നെ ഒക്കെ കാണും. ഏതായാലും ഭയങ്കര പുള്ളിക്കെതിരെ ഇപ്പൊ ആണെങ്കിൽ ഭയങ്കര വിമർശനവും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത്. മറ്റു പാർട്ടിക്കാർ ലുക്കൌട്ട് നോട്ടീസ് കൊടുക്കുന്നു, പൊട്ടിക്കുന്നു. ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് പുള്ളിക്കെതിരെയുള്ള തെളിവ് ഉണ്ട്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അതാണ് അവരാണെങ്കിൽ ഇന്നലെ ആയിരുന്നു പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നും പറഞ്ഞുള്ള ന്യൂസ് വന്നിട്ടുണ്ട്. ജാമ്യം കൊടുത്തു, അത് കിട്ടിയില്ല. അത് തള്ളി, മുൻകൂർ ജാമ്യം കൊടുത്തത് കോടതി തള്ളി. അപ്പം അങ്ങനെ പുള്ളിക്ക് എല്ലാ ഭാഗത്തുനിന്നും ഒരു അടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം പറയുന്നത് പുള്ളി ആ ഒരു MLA സ്ഥാനം രാജിവെക്കുക എന്നുള്ളതാണ് ഇപ്പൊ പറയുന്നത്. കോൺഗ്രസ് പാർട്ടിയിലാണെങ്കിൽ അവര് മെയിൻ ആയിട്ട് എടുത്ത് പറഞ്ഞിരിക്കുന്നത് രാജിവെക്കുവാണെങ്കിൽ നന്നായിരുന്നു എന്നുള്ള രീതിക്കാണ് പറയുന്നത്. കാരണം അവർക്ക് ഒരു ഭയങ്കര ഒരു നാണക്കേട് പോലെ ഈ ഒരു ഇഷ്യൂ ആയിട്ടുണ്ട്. പിന്നെ അറിയാലോ ഇലക്ഷൻ ഇത് ഭയങ്കരമായിട്ട് ഇലക്ഷനെ ബാധിക്കും. ഒരു ഭാഗത്ത് സ്വർണ്ണക്കൊള്ള, മറുഭാഗത്ത് പീഡനം, ആ ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഇത് മറ്റു പാർട്ടിക്കാർ വലിയ ആഘോഷമാക്കാത്തത്. കാരണം അവർക്കും ഒരു ഭാഗത്ത് തെറ്റുണ്ട്. പക്ഷെ ആഘോഷം ആക്കുന്നുണ്ട്. ഇപ്പം DYFI പ്രവർത്തകരൊക്കെ ആണെങ്കിൽ പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷിക്കുകയും BJP-ക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നൈസ് സൈഡായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയല്ല നടക്കണ്ടേ. കാരണം ഇങ്ങനൊരു സംഭവം നമ്മുടെ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാലും നേരത്തെ നടന്നതിലൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഹർത്താൽ വെക്കുന്നു, ഭയങ്കരമായിട്ട് ഓരോ പ്രശ്നങ്ങൾ. പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് ഈ പുള്ളിയാണെങ്കിൽ ഈ ഒരു പ്രായത്തിൽ തന്നെ ഇത്രയും വലിയൊരു ലെവലിൽ വന്നു, അപ്പം ബാക്കിയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും പണി കൊടുത്തതാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇതിന്റെ ഇത്രയും വലിയതായിട്ടുള്ള ഒരു സത്യാവസ്ഥ നമുക്ക് അറിയത്തില്ല. നമുക്ക് ആകെ അറിയാവുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടിയാണെങ്കിൽ ഇതുപോലെ പറഞ്ഞ് പരാതി കൊടുത്തു, അതിനുള്ള തെളിവുകൾ അനുസരിച്ച് ആ പെൺകുട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം പല ആൾക്കാരും മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് വരെ ഒരു ബാംഗ്ലൂരിലുള്ള ഒരു യുവതിയാണെങ്കിൽ വന്നിട്ടുണ്ടായിരുന്നു കേസ്. അത് ഡയറക്റ്റ് അയക്കുമായിരുന്നു, ഡയറക്റ്റ് ആയിട്ട് കോൺഗ്രസിന്റെ അവര് അയച്ചു കൊടുത്തിട്ടാണ് ആ പരാതി കൊടുത്തിരുന്നത്. പിന്നെ ഇന്നലെ ഒരു പെൺകുട്ടി ഇതുപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു പരാതി. അത് ഒരു പാർട്ടി പ്രവർത്തകയാണെന്നാണ് എന്റെ ഒരു അറിവ്. കാരണം അവരാണെങ്കിൽ ഇതുപോലെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പുള്ളിയായിട്ടാണെങ്കിൽ സംസാരിച്ചപ്പോൾ എവിടെയോ ജാതബോധം പോലെ എന്തോ കാര്യം ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളി പറഞ്ഞത് നമുക്ക് കുറച്ച് ദൂരെ എവിടെയെങ്കിലും പോകാം. അപ്പം അവര് പറഞ്ഞു ഓക്കെ എനിക്ക് കുഴപ്പമില്ല, നമുക്ക് എല്ലാവരുമായിട്ട് പോകാന്ന് പറഞ്ഞത് എല്ലാവരുമായിട്ട് പോകണ്ട, നമുക്ക് 2 പേർക്കും കൂടെ പോകാന്നും പറഞ്ഞുള്ള രീതിക്ക് പുള്ളി പറഞ്ഞെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഓരോ ദിവസം ഓരോരുത്തരോരുത്തർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാര്യമാണെങ്കിൽ ആ പുള്ളി വേണ്ട ഇങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ലെന്ന് പറയുവാണെങ്കിൽ അതിനനുസരിച്ചുള്ള തെളിവ് എന്റെ ഫോണിലുണ്ടെന്നാണ് ആ പുള്ളിക്കാരി പറഞ്ഞത്. നമുക്ക് ഇതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇതൊരു ട്രെൻഡിങ് ആയ സമയം ഉണ്ടായിരുന്നു. അതായത് സിനിമാ നടന്മാരെ കേന്ദ്രീകരിച്ച് ഇതൊരു ട്രെൻഡിങ് ആയ സമയം ഉണ്ടായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് അതിന് തെളിഞ്ഞ് അതിന്റെ പാതി കേസും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതുപോലെ ഇച്ചിരി VIPs ആയിട്ടുള്ള ആൾക്കാർക്കെതിരെ സംസാരിക്കാനും പെണ്ണുങ്ങൾക്കൊക്കെ ഒരു പേടി വരും. അപ്പൊ ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴായിരിക്കും അവര് ഓപ്പണായിട്ട് ബാക്കിയുള്ളവരോട് മുമ്പോട്ട് വരുന്നത്. ഇപ്പൊ ഈ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത്. അതെ, കാരണം ഇത്ര ഉന്നതനായ ഒരാള് അല്ലെങ്കിൽ MLA അങ്ങനെ ഒരു പേടി വരും, തീർച്ചയായും പേടി വരും. പെൺകുട്ടി അല്ല അവർക്കൊരു പേടി വരും, എന്തെങ്കിലും ഇവരെ അപായപ്പെടുത്തും പേടി കാണും. അതുകൊണ്ടായിരിക്കും അവര് ഇപ്പൊ ഒരാള് ഇറങ്ങിയപ്പോ ഈ കൂട്ടത്തിൽ അതും കൂടെ അങ്ങ് തീരും, അല്ലെ ഈ കൂട്ടത്തിൽ ഈ കാര്യങ്ങളൂടെ ചർച്ച ചെയ്യട്ടെ എന്നുള്ള ഇതിലാണ് വരുന്നത്. ഇപ്പം ഭയങ്കര ഒരു കേന്ദ്രത്തിൽ വരെ ഭയങ്കര ഒരു ചർച്ചയായ സംഭവമാണ് ഇപ്പം. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 ഭാഗമാണ് ഇത് പറയുന്നത്. ഒന്ന്
പുള്ളിയുടെ ഇപ്പം പുള്ളി ഇത്രയും ചെറുപ്പത്തിൽ ഇത്രയും ഹൈ ലെവലിൽ എത്തിയതിന്റെ ഇതിന് കള്ളക്കേസ് ചമയ്ക്കുക എന്നുള്ള രീതിയിലും പിന്നെ അല്ലാതെ പുള്ളി ശരിക്കും ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിക്കാണ് പറയുന്നത്. അപ്പം ഇതിൽ ഏതാണെന്നുള്ളത് തെളിഞ്ഞാൽ മാത്രമേ ഈ പുള്ളിക്കാണെങ്കിൽ ശരിക്കും നല്ലൊരു രാഷ്ട്രീയ ഭാവിയുള്ള ഒരു കോൺഗ്രസ്സുകാരൻ തന്നെ ആയിരുന്നു. കാരണം ഈ ഒരു പ്രായത്തിൽ തന്നെ പുള്ളി നല്ല ഒരു ലെവലിലേക്കാണ് എത്തിയത്. അതും ബാക്കിയുള്ള ആൾക്കാർക്ക്, സ്വന്തം പാർട്ടിയിലുള്ള ആണെങ്കിലും മറ്റു പാർട്ടിയിലുള്ള ആൾക്കാർക്കാണെങ്കിലും അസൂയ തോന്നുന്ന തരത്തിലുള്ള ഒരു ഉയരത്തിലെത്തിയ അല്ല. അത് മാത്രമല്ല, നമ്മള് ഒരു കാര്യം ശ്രദ്ധിച്ചാലും നമ്മള് മനോരമ ന്യൂസിനകത്ത് ഇവര് ഈ പബ്ലിക്കിനകത്ത് പാലക്കാട് MLA ആണ് പുള്ളി. അപ്പം അവരോട് അഭിപ്രായം ചോദിച്ചല്ലേ പുള്ളി തെറ്റി. എന്നാൽ ഞാൻ കണ്ടതിൽ ഒരു 90% അതിനകത്ത് മൊത്തം പുള്ളിക്ക് സപ്പോർട്ട്. അതായത് ചെറുപ്പക്കാരാണേലും പ്രായമായാലും ഒക്കെ പുള്ളിയുടെ കേസ് തെളിഞ്ഞിട്ടില്ലല്ലോ, ഇത് കെട്ടിച്ചമച്ച് അതിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുള്ളി എത്രമാത്രം പ്രിയപ്പെട്ടവരാ അവർക്കല്ലേ. അത് ശരിയാ പറയാം. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന പുള്ളി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ കേസിന്റെ വിധി വന്നാൽ മാത്രമേ അവരെ എതിർത്ത് സംസാരിക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു കാര്യം കൂടെ ഇതിലുണ്ട്. അപ്പം എന്തായാലും നമുക്ക് പുള്ളിയെ കിട്ടിയാൽ മാത്രമേ എന്താവാ സംഭവം. പിന്നെ വേറൊരു സംഭവങ്ങളുണ്ട്. ഇയാളാണെങ്കിൽ ഇതുപോലെ സ്ഥലം വിട്ടല്ലോ, മുങ്ങുമ്പോ നമുക്കപ്പോ ഏകദേശം ഒരു 98% ഉറപ്പിക്കാൻ പുള്ളി ഇത് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ. ഇല്ലെങ്കിൽ അങ്ങനെ മുങ്ങേണ്ട കാര്യമില്ലല്ലോ. കോടതിയിലൊക്കെ വിളിക്കുമ്പോൾ പുള്ളി പോയിട്ട് ഡയറക്റ്റ് ആയിട്ട് പുള്ളിക്കുള്ള പുള്ളിയുടെ അഭിപ്രായം ഇതുപോലെ ഓർമ്മയുണ്ടോ? ഇതുപോലെ നിവിൻ പോളിയുടെ ഒരു ഇഷ്യൂ ആണ് ഓർമ്മയുണ്ടായിരുന്നു. നിവിൻ പോളി പത്ര സമ്മേളനം വിളിച്ചു വരുത്തിയിട്ട് കറക്റ്റ് ആയിട്ട് പുള്ളി പറഞ്ഞു എനിക്ക് 100% ഉറപ്പുണ്ട് ഞാനിത് ചെയ്തിട്ടില്ലെന്ന്. ആ സമയത്ത് സെറ്റിൽ ഈ സമയത്ത് ഉണ്ടായിരുന്നെന്ന്. കാരണം നമ്മള് സത്യമായിട്ടുള്ള കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് തെളിവും കാര്യങ്ങളും കാണും. സത്യം ജയിക്കുക തന്നെ ചെയ്യും. എന്തായാലും ഈ ഒരു കാര്യത്തില് നമുക്കും അത് തന്നെ പറയാനുള്ളൂ, സത്യം ജയിക്കട്ടെ എന്നാണ് നമ്മൾ പറയുന്നത്. പുള്ളി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളി അനുഭവിക്കണം, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പുള്ളി വെറുതെ വിടണമെന്നാണ് ഒരു നമുക്ക് പറയാനുള്ളത്. അതായത് ഈ ഇലക്ഷൻ അടുത്തിരിക്കുന്ന സമയത്ത് ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം എനിക്ക് തോന്നുന്നു December 9 രീതിയിലാണ് നടക്കുന്നത്. അപ്പം ഇത് എന്തായാലും കോൺഗ്രസിനെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഒരു പ്രശ്നമാണ്. അപ്പം അതുകൊണ്ടാണ് അവര് ഇപ്പം സംഭവം ഉണ്ടാക്കാൻ പ്രാർത്ഥിക്കുന്നത്. നിരപരാധിയാണെങ്കിൽ അവർക്ക് അടിപൊളിയാണ്. കാരണം അവർക്ക് നമുക്കൊരു കഷ്ടം എന്നുള്ളൊരു രീതിക്ക് തോന്നിയ ആൾക്കാർ വോട്ട് ചെയ്യും. ഇയാളുടെ പേര് പല പ്രാവശ്യമാണെങ്കിലും TV പറഞ്ഞിട്ടുണ്ട്. നെഗറ്റീവ് ആണെങ്കിലും പബ്ലിസിറ്റി തന്നെ. അങ്ങനെ ഒരു കാര്യം ന്യൂസുകാരൻ ആഘോഷമാണ്. ഇപ്പം TV ആണെങ്കിലും നമ്മള് ഫോണിൽ ന്യൂസ് നോക്കുകയാണെങ്കിൽ എല്ലാം രാഹുൽ മാങ്കൂട്ടം സംഭവമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും അപ്പം നമുക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഇതുവരെ വന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ചിലപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഇതിലും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വരുമായിരിക്കും. അപ്പം അത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഓർത്തോണം ഞങ്ങൾ ഈ വീഡിയോ ഇട്ട സമയത്ത് ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പം എന്തായാലും ഇതിന്റെ കേസിന്റെ വിധി വരട്ടെ. നമുക്ക് പുള്ളി ആദ്യം ഒന്ന് കാണട്ടെ, എന്നിട്ട് നമുക്ക് കേസിന്റെ വിധി തീരുമാനിക്കാം. എന്തായാലും ഒറ്റ കാര്യമാണ്, പുള്ളി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം. അതിനപ്പോ ആരും നമ്മള് സപ്പോർട്ട് ചെയ്യാനില്ല. ഇപ്പൊ നമ്മള് സപ്പോർട്ട് പറഞ്ഞല്ല, നമ്മള് രാഹുൽ ഈശ്വറിന്റെ കാര്യം കൂടെ പറയണം. പുള്ളി ആരും സപ്പോർട്ട് പറഞ്ഞില്ല. പുള്ളി അതിനോട് കള്ളക്കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയെ പിടിച്ചോണ്ട് പോകുന്ന സംഭവം കണ്ടത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കുറിച്ച് ഇനി ഒത്തിരി പുള്ളിയെ പറ്റിയുള്ള ട്രോളെന്ന് വെച്ച് കഴിഞ്ഞാല് വേറൊരാളുടെ പെണ്ണ് കേസിന് വേറൊരാളാണ് അകത്ത് കിടക്കുന്നത്, ആളകത്ത് കിടന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ ട്രോള് നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ കാണുന്നത്. എന്തായാലും നമുക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ള അഭിപ്രായം ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇനി നിങ്ങൾക്ക് എന്താണ് ഇതിന്റെ അഭിപ്രായം പറയാനുള്ളത്, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത ഇതുപോലൊരു സാമൂഹിക വിഷയമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയൊക്കെ ഉള്ളൂ. ശരിയാണ്, കാണുന്നവരെ ബൈ.